രാം ഇച്ചിരി ഒരു ചെറിയൊരു ക്രൈസിസിൽ നിൽക്കുകയാണ്. അത് സോർട്ട് ഔട്ട് ചെയ്ത് പുറത്ത് വരണം. അത് പ്രൊഡ്യൂസേഴ്സ് ആണ് തീരുമാനിക്കേണ്ടത്. അത് അങ്ങനെ അതിന്റെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. റാം നമുക്ക് ഇതുപോലെ ഒരു എക്സ്പെക്ടേഷൻ ആണ്. എല്ലാം ജിത്ത് സാർ എന്ന് പറയുമ്പോൾ നമുക്കൊരു സസ്പെൻസ്. എല്ലാവർക്കും റാം എല്ലാരും വെയിറ്റ് ചെയ്യുന്ന, ഞങ്ങൾ ഉൾപ്പെടെ ഞങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്ന ആൾക്കാർ എല്ലാരും വെയിറ്റ് ചെയ്യുന്നവരുന്നത് അത് ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. എല്ലാവരുടെയും സങ്കടമാണ്. ഇപ്പൊ ഞാൻ ഏത് ട്രെയിലറോ ഏത് എന്റെ സിനിമയുടെ അനൗൺസ്മെന്റോ എന്ത് ഞാൻ ഇതിട്ടാലും താൻ കൂടുതൽ വർത്താനൊന്നും വേണ്ട, റാമിന്റെ എന്തൊരു തീരുമാനം ഉണ്ടാക്കാനാണ്. ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ചെയ്യേണ്ട ഒരു ആൾക്കാർ അതിന് തീരുമാനം എടുക്കണം. ഞങ്ങൾ അതിന്റെ പുറകെ ഞാനും ഒക്കെ പുറകെ നിൽക്കുന്നുണ്ട്. പക്ഷെ അത് മേ ബി സമയം എടുക്കുമായിരിക്കും, എനിക്കറിയില്ല. ഇപ്പോ ഈ ഒരു സിനിമ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു സിനിമകൾ എടുക്കുന്ന ഒരാളാണ് ജിത്തു ജോസഫ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അങ്ങനത്തെ ഒരു ഇതാണ്. സാർ അങ്ങനെ അല്ല എന്ന് ഭയങ്കര സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണ്. ഈ ഒരു സിനിമയിൽ സാറിന് ഞെട്ടിക്കുന്ന എന്തെങ്കിലും സംഭവം, ഇൻസിഡൻസ്? എന്നെ ഞെട്ടിക്കരുതെന്ന് എനിക്ക് പ്രേക്ഷകരോട് പറയാൻ അല്ല, ബേസിക്കലി ഇതിനകത്ത് അങ്ങനെ ഞെട്ടിക്കുന്നതെന്ന് പറയാൻ ഓക്കെ, അങ്ങനെ ഞാൻ ഞെട്ടിക്കുന്നതെന്നല്ല, ഞാൻ ഭയങ്കരമായിട്ടും എക്സൈറ്റഡ് ആയി അല്ല ഇതായി. ഞാൻ ഇതിനകത്ത് എല്ലാ ആർട്ടിസ്റ്റും, എസ്പെഷ്യലി ലാൽ സാറിന് നമ്മൾ മാറ്റിയതാണ്. ഈ ഓൾറെഡി ഈസ് എ പ്രൂവൺ ആക്ടർ, നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടായിരുന്നു. അനശ്വരയുടെയൊക്കെ പെർഫോമൻസ് ഗംഭീരമാണ്. കാരണം അത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വന്നപ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു, കാരണം നമ്മളിത് ഒന്നാമത് ഓർഡറിലല്ല ഷൂട്ട് ചെയ്യുന്നത്, ഇടയ്ക്കുന്ന് കാരണം ആർട്ടിസ്റ്റ് ഡേറ്റിന്റെ ഇഷ്യൂ. പിന്നെ ഞാനങ്ങനെ ഓർഡറിലൊന്നും അല്ല ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഇത്രയും ഇപ്പം ഷീസ് എ ബിഗിനർ വന്നിട്ട് ആ ക്യാരക്ടറിന്റെ ഇതിന്റെ കണ്ടിന്യൂറ്റി ഒക്കെ കറക്റ്റായിട്ട്, ചിലപ്പം ലാസ്റ്റ് സീൻ ആയിരിക്കും ആദ്യം തുടങ്ങുന്നത്, പിന്നെയാണ് ഫസ്റ്റ് സീൻ ചെയ്യുന്നത്. അതൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് അത് കറക്റ്റായിട്ട് അതിന്റെ ഒരു ഗ്രാഫ് കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അനുശ്വര നന്നായിട്ട് പെർഫോം. ഇതിനകത്ത് എല്ലാവരും, ഇപ്പം ജഗദീഷ് ചേട്ടനാണേലും എല്ലാവരും ഇതിനകത്ത് ചെയ്തവരെല്ലാം വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഏരിയയിലൊക്കെ നമ്മൾ വളരെ ഹാപ്പിയാണ്. ഞെട്ടലല്ല, ബട്ട് വേണമെങ്കിൽ കുറച്ച് ഞെട്ടിച്ചെന്ന് പറയുന്നത് അനുശ്വര. കുറച്ചൊന്ന് അനശ്വര ഇപ്പോഴാണോ അനുശ്വരക്ക് ഞാൻ ചൊല്ലു, എല്ലാവർക്കും ബേസിക് ആയിട്ട് ഒരു കോമൺ സെൻസ് ഉണ്ടല്ലോ. എനിക്ക് ഉറപ്പുണ്ട് അനുശ്വരയ്ക്കും ആ സിനിമ കണ്ടു കഴിഞ്ഞ് ഇപ്പൊ ഓക്കെ നന്നായിട്ടുണ്ട്, ഞാൻ അത്യാവശ്യമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞെട്ടലിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ചാന്ദ ചേച്ചിയിലേക്കാണ് ആദ്യം പോകണം. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ഭയങ്കര ഒരു ഭീകര ഞെട്ടൽ, ഞങ്ങളെ പോലെ തന്നെ റിയാക്ഷൻ ആയിരുന്നു ദൃശ്യത്തില് ചേച്ചിയുടെ ഞെട്ടൽ. അത് കുറെ പ്രാവശ്യം എല്ലാവരും ഒന്ന് ഞെട്ടിക്കെന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് ഇല്ലേ ഇന്റർവ്യൂ? ആ ഒരു ചെയ്യുന്നില്ല, പുറകെ നടന്ന ഷോട്ട് ഇടരുത് പറഞ്ഞുണ്ട്, ആ ടേക്ക് ഇടരുത്, അതിന്റെ പ്രീവിയസ് ടേക്ക് ഒത്തിരി സാറിന്റെ പുറകെ നടന്ന. അത് കഴിഞ്ഞതും ഞാൻ വിളിച്ചു എന്നുവെച്ചാൽ അന്ന് OTT അല്ല, നമ്മള് തിയേറ്ററിൽ വരുന്നതാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു സാർ തിയേറ്ററിൽ വലിയ സ്ക്രീനാണ്, അപ്പൊ ആ ഷോട്ടിൽ എന്റെ വായ മാത്രം അതുകൊണ്ടാണ് OTT